ഹലോ വെൽക്കം ബാക്ക് ടു ഹാൻഡ്മെയ്ഡ് ബൈ ഹസ്ന. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു റൗണ്ട് മാറ്റ് ആയിരുന്നു ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതേ റൗണ്ട് മാറ്റിന് എങ്ങനെ ഈ ഒരു പോംപോം എഡ്ജിൽ കൊടുക്കുക എന്നുള്ളത് നോക്കാം. ഈ ഒരു പോംപോംസ് ഈ റൗണ്ട് മാറ്റിന് മാത്രമല്ല നമുക്ക് എന്ത് ചെയ്തിട്ടും എഡ്ജിങ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. സ്ക്വയർ മാറ്റിൽ ചെയ്യാം, കുഷ്യൻസ് ചെയ്തിട്ട് അതിനറ്റത്ത് ചെയ്യാം, ഡ്രസ്സിൽ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റൗണ്ട് മാറ്റിൽ 6 റൗണ്ട്സ് ആയിരുന്നു നമ്മൾ ചെയ്തത്. 6ാമത്തെ റൗണ്ട് സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ജോയിൻ ചെയ്തിരുന്നു, ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഈ ഒരു പോംപോം ചെയ്യാനായിട്ട് ആദ്യം 6 ചെയിൻ സ്റ്റിച്ചാണ് ഇടേണ്ടത്. ആറ് ചെയിൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 1 2 3 4 5 6. ഇതിനി നമ്മൾ താഴെ നിന്ന് 3ാമത്തെ ചെയിനിലോട്ട്, ഇത് ഫസ്റ്റ് ചെയിൻ, സെക്കൻഡ് ചെയിൻ, തേർഡ് ചെയിൻ, ഈ ഒരു ചെയിനിലോട്ടാണ് നമ്മളിത് ഇന്ന് വർക്ക് ചെയ്യാനായിട്ട് പോണത്. ഇനി വർക്ക് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഹുക്കിനെ യാണിലൊന്ന് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് നേരത്തെ പറഞ്ഞ ഒരു തേർഡ് ചെയിൻ ഉണ്ടല്ലോ, അതിനുള്ളിലൂടെ ഹുക്ക് കടത്തി ഒരു ലൂപ്പ് വലിച്ചെടുക്കണം. ഇപ്പോൾ ഹുക്കിന് മുകളിൽ 3 ലൂപ്സ് ഉണ്ട്. ഇതിൽ ആദ്യത്തെ 2 ലൂപ്സിനുള്ളിലൂടെ ഒരു ലൂപ്പ് വലിച്ചെടുക്കാം. ഡബിൾ ക്രോഷ്യ ഒക്കെ ചെയ്യുന്ന ആ ഒരു രീതി തന്നെയാണ്, പക്ഷേ നമ്മൾ മുഴുവനായിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്യണില്ല, അതിൻ്റെ പകുതി ചെയ്യണുള്ളൂ. ഇനി ഒരു വട്ടം കൂടെ ചെയ്യാം. ഹുക്കിനെ യാണിലൊന്ന് ഇതുപോലെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് സെയിം ചെയിനിലോട്ട്, നേരത്തെ വർക്ക് ചെയ്ത സെയിം ചെയിനിലോട്ട് ഹുക്കൊന്ന് കടത്തി കൊടുക്കുക, ഒരു ലൂപ്പ് വലിക്കുക. ഇപ്പോൾ ഹുക്കിന് മുകളിൽ 4 ലൂപ്സ് ഉണ്ട്. ഇതിൽ ആദ്യത്തെ 2 ലൂപ്സിനുള്ളിലൂടെ ഒരു ലൂപ്പ് വലിച്ചു കൊടുക്കുക. ഇനി ഒരു വട്ടം കൂടെ നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്യണം. സെയിം തന്നെ ഹുക്ക് യാണിനൊന്ന് ചുറ്റി കൊടുക്കുക, സെയിം ചെയിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് കടത്തി ഒരു ലൂപ്പ് വലിക്കുക. ഇപ്പോൾ ഹുക്കിന് മുകളിൽ 5 ലൂപ്സ് ഉണ്ട്. ഇതിൽ ആദ്യത്തെ 2 ലൂപ്പിനുള്ളിലൂടെ ഒരു ലൂപ്പ് വലിച്ചെടുക്കുക. ഇപ്പോൾ ഹുക്കിന് മുകളിൽ ഇത് 4 ലൂപ്സാണ് ഉള്ളത്. ഇനി ഈ 4 ലൂപ്സിൻ്റെയും ഉള്ളിലൂടെ ഒരു ലൂപ്പ് വലിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം നമുക്കൊരു പഫി ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതിൽ 3 തവണയാണ് ഒരു ഡബിൾ ക്രോഷ്യേൻ്റെ പകുതി വെച്ചിട്ട് നമ്മൾ 3 സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു പഫി ഷേപ്പ് പോരാ, ഇതേപോലെ കറക്റ്റ് ഒരു ബോൾ പോലെ വേണം, പോംപോംസ് പോലെ തന്നെ വേണം. അപ്പോൾ അതിനായിട്ട് ഇച്ചിരി കൂടെ ചെയ്യാനുണ്ട്, നമുക്കത് ചെയ്യാം. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമുക്ക് 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇനി വർക്ക് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ചെയ്ത 3 ചെയിൻസ് ഉണ്ടല്ലോ, അതിൽ ഫസ്റ്റ് ചെയിനിലോട്ടാണ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഹുക്കിലെ യാണൊന്ന് ചുറ്റുക. എന്നിട്ട് ഈ ഫസ്റ്റ് ചെയിനിലോട്ട് ഹുക്ക് കടത്തിയിട്ട് ഒരു ലൂപ്പ് വലിക്കുക. ഇപ്പോൾ ഹുക്കിന് മുകളിലുള്ള ആദ്യത്തെ 2 ലൂപ്സിനുള്ളിലൂടെ ഒരു ലൂപ്പ് വലിച്ചെടുക്കുക. ഇനി വീണ്ടും സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഹുക്കിൽ 4 ലൂപ്പ് ഉണ്ട്, അതിൻ്റെ ആദ്യത്തെ 2 ലൂപ്പിനുള്ളിലൂടെ വലിച്ചെടുക്കുക. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അതേ ഹുക്കിന് മുകളിൽ 5 ലൂപ്സ് ഉണ്ട്, അതിൽ ആദ്യത്തെ 2 ലൂപ്സിനുള്ളിലൂടെ ഒരു ലൂപ്പ് വലിച്ചെടുക്കുക. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഹുക്കിന് മുകളിൽ പതിയെ 4 ലൂപ്സാണ് ഉള്ളത്. ഈ 4 ലൂപ്സിനൂടെയും ഒരുമിച്ച് ഒരു ലൂപ്പ് വലിച്ചെടുക്കുക. ഇനി ഇതിനൊന്ന് ലോക്ക് ചെയ്യാനായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഈ ഫസ്റ്റ് വർക്ക് ചെയ്തില്ലായിരുന്നോ, താഴെ നിന്ന് 3ാമത്തെ ചെയിനിലോട്ട് വർക്ക് ചെയ്തില്ലേ, ആ 3ാമത്തെ ചെയിനിലോട്ട് നമുക്ക് ഇനി വർക്ക് ചെയ്യാനുള്ളത്. അപ്പം 3ാമത്തെ ചെയിൻ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ വലിയൊരു ഹോളായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ആ ഒരു വലിയൊരു ഹോളിലോട്ടല്ല ഇനി വർക്ക് ചെയ്യണ്ടേ, അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഈ ഒരു സ്റ്റിച്ച് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാലാണ് സൈഡിൽ 2 നൂല് ഇങ്ങനെ ക്രോസായി നിൽക്കുന്നുണ്ട്, അതിലോട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. കാരണം ഈ ഒരു വലിയ ഹോളിലോട്ട് ഇനിയും നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു വലിയൊരു ഹോളായി തന്നെ നിൽക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കുക, അവിടെ ഈ നൂല് ചുറ്റിയിട്ടുള്ള അതിന് ഉള്ളിലൂടെ ഹുക്ക് കടത്തിയിട്ട് ഒരു ലൂപ്പ് ഇങ്ങനെ വലിച്ചെടുക്കുക. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ആട്ടോ നമ്മൾ ചെയ്യാൻ പോണത്. ലൂപ്പ് വലിച്ചിട്ട് ഹുക്കിന് മുകളിലുള്ള ലൂപ്പിനുള്ളിലൂടെ വലിച്ച് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പോംപോം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻ 2 ചെയ്യണം. ചെയിൻ 1, ചെയിൻ 2. ഇനി 4 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് 5ാമത്തെ സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ജോയിൻ ചെയ്യണം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റിച്ച്, സെക്കൻഡ് സ്റ്റിച്ച്, തേർഡ്, ഫോർത്ത്. അപ്പോൾ ഇതാണ് 5th സ്റ്റിച്ച്. ഇതിലോട്ടാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ജോയിൻ ചെയ്യാൻ പോണത്. അപ്പോൾ അതേ ഹുക്കൊന്ന് കടത്തി കൊടുക്കുക, എന്നിട്ടൊരു ലൂപ്പ് വലിക്കുക, എന്നിട്ട് ഹുക്കിൻ്റെ മുകളിലുള്ള ലൂപ്പിലൂടെ വലിക്കുക. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ജോയിൻ ചെയ്തു. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 6 ചെയിൻ സ്റ്റിച്ച് ഇടണം. ചെയിൻ 1, ചെയിൻ 2,
ചെയിൻ 3, ചെയിൻ 4, ചെയിൻ 5, ചെയിൻ 6. അപ്പോൾ 6 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. താഴെ നിന്ന് മൂന്നാമത്തെ ചെയിനിലോട്ട് ഹുക്ക് യാണിൽ ചുറ്റി ഒന്ന് കടത്തി കൊടുക്കുക, എന്നിട്ട് ഒരു ലൂപ്പ് വലിക്കുക. ഇപ്പോൾ ഹുക്കിന് മുകളിൽ 3 ലൂപ്സാണ് ഉള്ളത്. അതിലാദ്യത്തെ 2 ലൂപ്പിനുള്ളിലൂടെ ഒരു ലൂപ്പ് വലിക്കുക. വീണ്ടും ഹുക്ക് യാണിൽ ചുറ്റി ആ സെയിം സ്റ്റിച്ചിലൂടെ ഒരു ലൂപ്പ് വലിക്കുക. ഹുക്കിന് മുകളിലുള്ള 4 ലൂപ്സിൽ ആദ്യത്തെ 2 ലൂപ്സിലൂടെ ഒരു ലൂപ്പ് വലിക്കുക. വീണ്ടും ഹുക്ക് യാണിൽ ചുറ്റി ആ സെയിം ചെയിനിൽ ഹുക്ക് കടത്തി ഒരു ലൂപ്പ് വലിക്കുക. ഇപ്പോൾ ഹുക്കിന് മുകളിൽ 5 ലൂപ്സല്ല, അതിൽ ആദ്യത്തെ 2 ലൂപ്പിനുള്ളിലൂടെ ഒരു ലൂപ്പ് വലിക്കുക. ഇനി ബാക്കി 4 ലൂപ്പിലൂടെയും കൂടെ ഒരുമിച്ച് ഒരു ലൂപ്പ് വലിക്കുക. ഇനി ചെയിൻ 3 ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ചെയിൻ 3 ചെയ്തില്ല, ആദ്യത്തെ ഈ ഒരു ചെയിനിലോട്ടാണ് ഇനി വർക്ക് ചെയ്യാനായിട്ട് പോണത്. നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം ഹുക്ക് യാണിൽ ചുറ്റിയിട്ട് ഒരു ലൂപ്പ് വലിച്ചെടുക്കുക. ഇത് ഈ 3 ലൂപ്സിൽ ആദ്യത്തെ 2 ലൂപ്പിനുള്ളിലൂടെ ഒരു ലൂപ്പ് വലിക്കുക. വീണ്ടും സെയിം തന്നെ ചെയ്യാം. ഹുക്കിന് മുകളിൽ 4 ലൂപ്പ് ഉണ്ടായില്ല, ആദ്യത്തെ 2 ലൂപ്പിനുള്ളിലൂടെ വലിക്കുക. ഒന്നുകൂടെ സെയിം സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഹുക്കിന് മുകളിലുള്ള 5 സ്റ്റിച്ചിൽ ആദ്യത്തെ 2 സ്റ്റിച്ചിലൂടെ ലൂപ്പ് വലിക്കുക. ഇനി ബാക്കിയുള്ള 4 ലൂപ്സിലൂടെയും കൂടെ ഒരുമിച്ച് ഒരു ലൂപ്പ് വലിക്കുക. ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ലോക്ക് ചെയ്യാം. ഇനി ഇതേ തുടക്കത്തിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്യാം. അപ്പം സ്ലിപ്പ് സ്റ്റിച്ച് ഇടുമ്പോൾ വലിയ ഹോളിലോട്ടല്ല, ഈ ഒരു സ്പേസിലേക്കാണ് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ജോയിൻ ചെയ്യേണ്ടത്. ഇനി ചെയിൻ 2 ചെയ്യാം. 4 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് 5ാമത്തെ സ്റ്റിച്ചിലോട്ട്, ഇതാണ് 5ാമത്തെ സ്റ്റിച്ച്, ഇതിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ജോയിൻ ചെയ്യുക. ഇനി വീണ്ടും നമ്മൾ തുടക്കത്തിലേ ചെയ്ത പോലെ 6 ചെയിൻ സ്റ്റിച്ച് ഇടുക. എന്നിട്ട് സെയിം സ്റ്റിച്ചസ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഈ സർക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അപ്പം പോംപോംസ് മുഴുവനായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ജോയിൻ ചെയ്യുക എന്നുള്ളത്, അവസാനത്തെ സ്റ്റിച്ച് എങ്ങനെ ജോയിൻ ചെയ്ത് ക്ലോസ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. അത് അവസാനത്തെ ഒരു പോംപോം ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പോംപോം ചെയ്യുക, 2 ചെയിൻ സ്റ്റിച്ച് ഇടുക. ഇനി നമ്മൾ ഈ ഒരു പോംപോം റൗണ്ട് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സ്പേസ് ഇട്ടല്ലത്, ഇവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു റൗണ്ട് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങോട്ടാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ജോയിൻ ചെയ്യേണ്ടത്. അതേ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി ഈ യാണൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ യാണിന്ന് ഒരു ലൂപ്പ് ഇത് ഇങ്ങനെ വലിച്ച് മുഴുവനായിട്ട് പുറത്തെടുത്ത് ടൈറ്റായിട്ടൊന്ന് വലിച്ച് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഈ റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെ നമ്മൾ ഈ ഒരു യാൺ കട്ട് ചെയ്ത യാൺ എങ്ങനെ വീവ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. വീവ് ചെയ്യാനായിട്ട് ഇതുപോലൊരു ടെപ്പസ്ട്രി നീഡിലെടുക്കാം. എന്നിട്ട് ഇതേ യാൺ അതിൽ ഒന്ന് കോർത്ത് കൊടുക്കണം. ഇതിപ്പോൾ നമ്മുടെ മാറ്റിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ ബാക്ക് സൈഡിൽ റാൻഡമായിട്ട് കുറേ സ്റ്റിച്ചസിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഒന്ന് ചുമ്മാ കയറ്റി ഒന്ന് തുന്നി കൊടുത്താൽ മതി. അപ്പം സ്റ്റിച്ചസ് ഫ്രണ്ടിലോട്ട് കാണാതിരിക്കാൻ വേണ്ടി മാത്രം ശ്രദ്ധിക്കുക. കുറച്ചിങ്ങനെ കുറേ സ്റ്റിച്ചസിനുള്ളിലൂടെ ഇങ്ങനെ കോർത്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് ഈ നൂല് അവിടെ അങ്ങനെ സേഫായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോംപോം സ്റ്റിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ടില്ല, ആ ഒരു സിമ്പിളായിട്ടുള്ള റൗണ്ട് മാറ്റിൽ നിന്ന് എത്ര ഭംഗിയായിട്ടുള്ളൊരു കോസ്റ്ററായിട്ട് ഇപ്പോൾ മാറിയെന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ക്രോഷ്യ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.